ഇക്രു, വേഗം വാ. ഛെ, ഇവനെന്തിനാ ഈ ഐസും കട്ടയും കൊണ്ടുപോകുന്നത്? കൈ തണുത്ത് മരവിച്ചു. ഇക്രു, ഇത് ഇക്രു തന്നെയാ? എങ്ങനെയുണ്ട് മമ്മി? ഇതാരാ ഡ്രസ്സാ? ഇതെന്റെ ഡ്രസ് എന്ന് ഞാൻ പറയൂല, ഇത് സൽമാന്റെ ഡ്രസ്സാ. അല്ല, നിനക്കിവിടെ ഡ്രസ്സൊന്നും ഇല്ലേട്ടാ, നീ സൽമാന്റെ ഡ്രസ് എടുത്തിട്ട് വന്നത്? ഇതൊക്കെ ന്യൂ ഫാഷൻ. കാണുമ്പോൾ ലൂസ് മോശം. സത്യം പറ മമ്മി, എന്നെ കാണാൻ മൊഞ്ചില്ലേ? ഉണ്ടടാ, ഞാൻ വെറുതെ പറഞ്ഞതാ. കാണാൻ നല്ല ഭംഗിയുണ്ട്. അല്ല, നീ എന്തിനാ കുപ്പിയിലത്തെ വെള്ളം ഐസും കട്ടയാക്കിയത്? അതെനിക്ക് ടൂർ പോകുമ്പോൾ കുടിക്കാൻ. നീ ഐസും കട്ടയാ കുടിക്കുന്നത്? അത് കുറെ സമയം കഴിയുമ്പോഴത്തേക്ക് വെള്ളമാകും മമ്മി. നീ അധികം ഐസും വെള്ളമൊന്നും കുടിക്കണ്ട, കഫക്കെട്ടും ജലദോഷവും എല്ലാം വരും. അത് എനിക്ക് മാത്രം കുടിക്കാനല്ല മമ്മി, എന്റെ ഫ്രണ്ട്സിനെല്ലാം കൊടുക്കാനാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അല്ല, ഏന്റി എവിടെ? നിങ്ങൾ പോയില്ലേ? ഇല്ല, ഇപ്പോൾ ഇറങ്ങും. പിങ്കി, ടേബിൾ മേലുണ്ട് ചായ പാർന്ന് വെച്ചിക്ക്, വേഗം പോയി കുടിച്ചോ. ആ ചക്കി എഴുന്നേറ്റിട്ടുണ്ടാകില്ല അല്ലേ? എഴുന്നേറ്റിക്ക്, അവൾ ബാത്റൂമിലുള്ളത്. എങ്ങനെയുണ്ട് എന്നെ കാണാൻ? ടൂറ് പോകുമ്പോൾ ഇങ്ങനെയാടാ വേണ്ടത്. അതെന്തിനി? ഇതല്ല എന്റെ ഒരു മുഞ്ച്. നിന്റെ ബാഗിൽ 2 കണ്ണടയില്ലേ, അതുകൊണ്ട് ഒന്ന് ഞാൻ എടുത്തു. ഫോട്ടോ എടുക്കുമ്പോൾ ഇടാൻ എടുത്തു വെച്ചതല്ലേ? ഞാനും അങ്ങനെ തന്നെയാ, ഫോട്ടോ എടുക്കുമ്പോൾ ഇടാനാ ഇട്ടു വെച്ചത്. അവർ ചോദിച്ചോട്ടടാ, അപ്പോൾ നീ പറഞ്ഞാ മതി നിന്റെ അടുത്തൊരു കണ്ണടയാളു, മറ്റേ കണ്ണട എന്റെ അടുത്തുള്ളേന്ന്. അതല്ല, അവർ ഓരോന്ന് ചോദിച്ചിട്ട് എന്നെ കളിയാക്കും. കളിയാക്കുന്ന? നീ എന്ത് മണ്ടത്തരാ പറയുന്നത്? അവർ നിന്നെ ഇടങ്ങാറാക്കുമെന്ന് പറ. എന്തിനി? അത് നിന്റെ ഇത്രയും മുഞ്ചുള്ള എന്റെ അടുത്ത് നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് ഇടങ്ങാറാക്കിക്കൊണ്ടേ നിൽക്കൂ. ഇനി എനിക്ക് എത്തിരിയാ എ സി ഉണ്ടാകാന്? AC അല്ല, ഫാന്. ഈ ഫാൻസ് എന്നാണ് അവൾ ഉദ്ദേശിച്ചത്? അല്ല, നിങ്ങൾ ഇവിടെ ഓരോന്ന് പറഞ്ഞിരിക്കുന്ന സമയം കുറേയായി. ഓ, പറയുമ്പോൾ സമയം കുറേയായി. ഡായിക്രു, വേഗം നടക്ക്. മമ്മി, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. മോനെ, പോയിട്ട് വാ. മമ്മി പറഞ്ഞതെല്ലാം ഓർമ്മയില്ലേ? ശ്രദ്ധിക്കണേ മോൻ. എന്റെ ഒരു കണ്ണിന്റെ കണ്ണട എവിടെ പോയി? ഇവിടെ തന്നെ ഉണ്ടേനാ? ഈ സാധനങ്ങളിൽ ആരാ ഇവിടെ വെച്ചത്? അതുകൊണ്ടല്ലേ ഞാൻ തടഞ്ഞു വീണത്. ആ സാധനം വെച്ചോണ്ടല്ലേ നിങ്ങൾ തടഞ്ഞു വീണത്. നിങ്ങൾക്ക് മര്യാദയ്ക്ക് കണ്ണു കാണേറ്റാ. നിങ്ങൾ അതൊന്നും എടുത്ത് മാറ്റുക. സമയം കുറയായി, ഇനിയൊന്ന് നടന്നു തരുവാ. സമയം കുറയായി, വേഗം പോട്. എന്നാൽ കണ്ണട ഇവിടെ വെക്കാം, ബസ്സിൽ കയറാൻ പോകുമ്പോൾ ഇടാലോ. നിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നീ തനിച്ചാണോ വന്നത്? അല്ല, അമ്മയും ഉണ്ടായിരുന്നു. അമ്മ തിരിച്ചു പോയി. ഇക്രു, 7 മണിക്ക് പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ 8 മണി കഴിഞ്ഞല്ലോ. നമ്മളെപ്പോലെ എല്ലാരും ലേറ്റ് ആയിക്കേ. അതാ സൽമാൻ വരുന്നുണ്ട്. എവിടെ? കണ്ട്. സുലൈമാനെ, എന്റെ കുഞ്ഞാമിത്ത, നിങ്ങൾ എന്റെ പേര് ഇപ്പവും പഠിച്ചിട്ടില്ലേ? സൽമാന കുഞ്ഞാമിത്ത, സൽമാന്, സുലൈമാനല്ല. എന്തെങ്കിലും ആകട്ടെ, നിന്റെ ബാഗും കെട്ടൊക്കെ എവിടെ? അതൊക്കെ ബസ്സിലുണ്ട്. അതെങ്ങനെ? നീയത്ത് മുന്നേ നിന്റെ ബാഗും കെട്ടും കത്തിക്ക. ഞാൻ കുറെ സമയമായി വന്നിട്ട് എന്റെ ബാഗും കെട്ടും ബസ്സിൽ വെച്ച് ഞാൻ അവിടെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ വരുന്നത് കണ്ടത്. അപ്പോൾ ഞാനിങ്ങി ഇറങ്ങി വന്നതാ. ഓ, അങ്ങനെ. സുലൈമാനെ, എന്റെ അടുത്തൊരു സംഭവമുണ്ട്, നിനക്ക് കാണിച്ചു തരണ. എന്ത് സംഭവം? എങ്ങനെയുണ്ട്? ഇതാണോ നിങ്ങൾ പറഞ്ഞ സംഭവം? ഇതന്നെ. ഇത് വിട്ട് എനിക്ക് കൊറേ ഫോട്ടോ എടുക്കണം, എന്നിട്ട് വേണം എനിക്ക് ടാറ്റാസിൽ വെക്കാൻ. സ്റ്റാറ്റസ് ഒന്ന് പറ. ഏന്റി, ദയവ് ചെയ്തിട്ട് ആ സാധനം ഒന്നും എടുത്തു മാറ്റുക നിങ്ങൾ. എന്തിനി? അതിന്റെ ഒന്നും ആവശ്യമില്ലടാ. ആവശ്യമുണ്ട്, നിങ്ങളൊന്ന് എടുത്തു മാറ്റി. ഇല്ല. സുലൈമാനെ, എന്നെ കാണാൻ ഇപ്പോൾ നല്ല മുഞ്ചില്ലേ? വെറുതെ എന്തിനാ കുഞ്ഞാമിത്ത പറയിപ്പിക്കുന്നു? ആ സാധനം ഒന്ന് എടുത്തു മാറ്റിയേക്ക്. എന്താടാ എന്നെ കാണാൻ കുഴപ്പമുള്ളത്? നീയും കണ്ണട വെച്ചിട്ടാണല്ലോ ഉള്ളത്, എന്നിട്ട് ഞാൻ നിന്നോട് കണ്ണട എടുത്ത് മാറ്റാൻ പറഞ്ഞിക്കാ? അല്ലെങ്കിൽ നിന്നെക്കാട്ടും എത്ര മുഞ്ചുണ്ട് എന്നെ കാണാൻ. നിങ്ങൾക്കല്ല എന്നെ കാണുമ്പോൾ അസൂയ. ഈ പെണ്ണുങ്ങളോട് പറയുന്നതിനെക്കാട്ടും നല്ലത് മുണ്ടാണ്ടെക്കുന്നതാ. നിങ്ങളെന്താ വരാത്തത്? കുറെ സമയമായല്ലോ അവിടെ ഇങ്ങനെ നിൽക്കുന്നേ. വാ, ഇങ്ങനെ വെറുതെ നിന്ന് സമയം കളയല്ല, അല്ലെങ്കിലേ നമ്മൾ ലേറ്റ് ആയിട്ടാണുള്ളത്. സൽമാനെ, വേഗം വണ്ടിയിൽ കയറി.
ആഹാ, ഇക്രു നല്ല സുന്ദരനായിക്കല്ലോ. അല്ല, കൂടെയുള്ളതാരാ ഇക്രു? ഇതെന്റെ ആന്റിയാ മിസ്. ഓ, ഇതാണ് ആന്റി. നിന്റെ മമ്മി ഇന്നലെ പറഞ്ഞിന്. എന്നാ അവൾ പറഞ്ഞത് അവനിക്ക് സുന്ദരിയായ ഒരു ആന്റി കൂടെ ഉണ്ടെന്നോ? അതല്ല, അവന്റെ കൂടെ ടൂറിന് പോകുന്നത് അവന്റെ ആന്റിയാണെന്ന്. അങ്ങനെയേനു? അത് അവളോട് പറഞ്ഞത് മാറിപ്പോയതായിരിക്കും. എന്തെങ്കിലും ആകട്ടെ, നിങ്ങളെല്ലാം വണ്ടിയിൽ കയറിയിരിക്കെ. നീ തുളസി, നീ വണ്ടിയിൽ കയറിയില്ലേ? പോയി കയറിയിരിക്കേ. ഞാൻ കയറാം. മിസ് കയറുന്നില്ലേ? ആ, ഞാൻ കയറാം, നീ കയറി. എന്തിന്റെ കയറി? പശുവിന്റെ കയറാ? ദേ പെണ്ണെ, നിന്റെ ഒരു വണ്ടിയിൽ കയറാനാ പറഞ്ഞത്. ആരെയും കാണുന്നില്ലല്ലോ. അനൂപ് സാറേ, എല്ലാവരും എത്തിയെന്ന് ഉറപ്പായില്ലേ? ആ, എല്ലാവരും എത്തി. എന്നാ വാ, നമുക്ക് പോകാം. നമ്മൾ ഇപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. അല്ല, ഡ്രൈവർ ഇവിടെ പോയി? അവനെ ഇവിടെ എങ്ങാനും കണ്ടിനല്ലോ. ഞാനിവിടെ ഉണ്ട്. ആ, എന്നാൽ വേഗം വാ. എല്ലാവർക്കും സീറ്റ് കിട്ടിയില്ലേ? എന്താ രമ്യ, നിനക്കിരിക്കാൻ സ്ഥലമില്ലേ? ആ, ഉണ്ട് സാർ, എനിക്കിവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട്. അല്ല, ഇതെന്താ ബാക്കിലൊന്നും കുട്ടികളില്ലേ? എല്ലാ സീറ്റും കാലിയായിരിക്കുന്നു. എല്ലാ സീറ്റിലും കുട്ടികളുണ്ട്. അവരൊക്കെ സീറ്റിൽ ഇരുന്നിട്ടാണുള്ളത്. അല്ല, നിങ്ങളെല്ലാം എന്താ ഇങ്ങനെ സീറ്റുമേൽ കയറി നിൽക്കുന്നത്? അവിടെ ഇരിക്കേ, വണ്ടി പോകുമ്പോൾ വീഴും. സാറേ, നല്ല പാട്ടിടാൻ പറ, ഒന്ന് എൻജോയ് ചെയ്യട്ടെ. ഡാപ്പുകുട്ട, പാട്ടൊക്കെ ഇടാം. അതിനു മുന്നേ ഒന്ന് സെറ്റാക്കി വണ്ടി പോകാൻ തുടങ്ങട്ടെ. എല്ലാവരും ഓക്കെയാ? എന്നാൽ അനൂപ് സാർ മുന്നിലിരുന്നോ, ഞാൻ ബാക്കിലിരിക്കാം. ആ മക്കളെ, ആർക്കെങ്കിലും ക്ഷീണമാവുകയോ അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ തോന്നുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കണേ. എന്നാൽ വണ്ടി എടുക്കട്ടെ. ആ, വണ്ടി എടുക്ക്. നല്ല പാട്ടും കൂടി അങ്ങ് വെക്ക്. ഇതെന്നാ സംഭവോ? അവിടെ പോയിരിക്കേ. നിങ്ങളെന്നാ കളിക്കുന്നത്? മിസ്സേ, ഇപ്പോൾ പാട്ട് വെക്കും, ഞങ്ങളൊന്ന് ഡാൻസ് കളിച്ചോട്ടെ. ഓ, പാട്ട് എന്ന് കേട്ടപ്പോൾ തുള്ളി ഇറങ്ങിയതാണോ? എന്നാ രാഘവ, ആ പാട്ടങ്ങ് വെച്ചെടുക്ക് പിള്ളേർക്ക്. ഓക്കെ. ഞാനുണ്ട് ഡാൻസ് കളിക്കാൻ. അതാരാ രമ്യേ അതിന്റെ അടുക്കുന്ന് ഡാൻസ് കളിക്കുന്നത്? അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇക്രുവിന്റെ കൂടെ അവന്റെ ഏന്റിയും ഉണ്ടെന്ന്. അവരാണത്. ഓ, അവരാണില്ലേ? ഡാ ഡ്രൈവറെ, ഇനി വേറെ പാട്ട് വെക്ക്. ലുങ്കി ഡാൻസ് എന്നുള്ള പാട്ടുണ്ട് ഇതില്, അത് വെക്ക്. അതിന്റെ ഡാൻസ് എനിക്ക് നല്ലോണം അറിയാം. ഇതെന്തു പെണ്ണുങ്ങളാടി, ഇവർക്ക് നാണോന്നില്ലേ? അതെന്നെ ഞാനും നോക്കുന്നത്. ഇവരെന്താ കുട്ടികളെക്കാട്ടപ്പുറാണല്ലോ. എല്ലാവരും ചായ കുടിച്ചോ? എന്നാൽ വേഗം വണ്ടിയിൽ കയറി. എല്ലാവരും ലൈനായിട്ട് വണ്ടിയിൽ കയറി. അല്ല, അനൂപ് സാർ ചായ കുടിച്ചതാണോ? ആ, ഞാൻ കുടിച്ച്. നീ കുടിച്ചില്ലേ? ആ, ഞാനും കുടിച്ച്. അല്ല, ഇക്രുവിന്റെ ആന്റി കുടിച്ചതാണോ? ആ, ഞാൻ കുടിച്ചിക്ക്. അല്ല, നിങ്ങളെ പേരെന്തേനു? എന്റെ പേര് കുഞ്ഞാമീന്ന്. ആ, എന്നാൽ കുഞ്ഞാമ്മി വേഗം വണ്ടിയിൽ കയറി. വേഗം വാ എല്ലാരും. മിസ്സേ, ഇനി നമ്മൾ എവിടെയാ പോകുന്നത്? ഇനി നമ്മൾ സൂവിലേക്കാണ് പോകുന്നത്. ഷൂവിലേക്കാ? അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സ്ഥലപ്പേര് കേൾക്കുന്നത്. അല്ല, അവിടെ ഷൂ ഇട്ടവർക്ക് മാത്രമേ പോകാനാകൂ? എനക്ക് പോകാൻ പറ്റുക? ഞാൻ ഷൂ അല്ല ഇട്ടത്, അവായി ചെരുപ്പാ. എന്റെ ആന്റി, നിങ്ങൾ നാട്ടിക്കല്ല. ഷൂവിൽ പോകുന്ന കാര്യമല്ല പറഞ്ഞത്, സൂവില്. സൂ, മൃഗശാലയിൽ. മൃഗശാലക്ക് സൂ എന്നാ പറയാനീ? ചെറുതായി ഒന്ന് നാണം കെട്ടുപോയല്ലോ. എന്നാൽ സൂവിലെങ്കിൽ സൂ. വേഗം നടക്ക് കുട്ടികളെ. ആ, എല്ലാവരും കയറിയില്ലേ? ആ, കയറി. ആ, എന്നാൽ രാഘവ, നേരെ സൂവിലേക്ക് അങ്ങ് വിട്ടോ. ഓക്കെ മക്കളെ, ഇതാണ് സൂ. ഇവിടെ ധാരാളം മൃഗങ്ങളും പക്ഷികളും എല്ലാം ഉണ്ട്. നിങ്ങൾ ആരും മൃഗങ്ങളെ ശല്യം ചെയ്യരുത്. ഫുഡൊന്നും കൊടുക്കുകയും ചെയ്യരുത്. എല്ലാവരും ഒരുമിച്ച് തന്നെ നടക്കണം. കൂട്ടം തെറ്റിപ്പോയാൽ പിന്നെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതെ, ഇവിടെ കുറേ ജനങ്ങളുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്നും വന്നത്. എന്നാ വേഗം വാ സർ, ഞാൻ ആദ്യമായിട്ടാണ് ഈ മൃഗശാലയിൽ വന്നത്. ഞാനോ? എന്റെ ആന്റി, നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആ, ശരി ശരി. എന്നാൽ എല്ലാവരും ലൈനായിട്ട് നടക്ക്. നീ എന്തിനാണ് എന്റെ ബാക്കിൽ തന്നെ ഇങ്ങനെ നടക്കുന്നത്? അത് സൽമാന്റെ ഇഷ്ടമുണ്ട്. എനിക്ക് നിന്നെ ഇഷ്ടമില്ല. നിനക്ക് ഗേൾസിന്റെ കൂടെ അങ്ങ് പോയിക്കോറോ. ഇല്ല, ഞാൻ സൽമാന്റെ കൂടെയാ വരും. ഇത് വലിയ ശല്യായല്ലോ.
ടിക്കറ്റ് എടുത്തിനാ? ആ അതൊക്കെ എടുത്തിനെ. നീ എല്ലാവരെയും കൂട്ടി നടക്ക്. ആ ശരി. മക്കളെ ഇത് നോക്ക്, സീബ്ര. ഞാൻ ആദ്യമായിട്ടാ സീബ്രയെ കാണുന്നത്. ഇനിയും ഒരുപാട് മൃഗങ്ങളുണ്ട്, വാ നമുക്ക് നോക്കാം. അല്ല, ബാക്കിയുള്ളവരെവിടെ? അവരെതാ അനൂപ് സാറിന്റെ കൂടെ വരുന്നു. ഓ അവിടെയുണ്ടോ? എന്നാൽ വാ. ഇതെന്നാ സാധനം? ഇതാണ് ചിമ്പാൻസി. ഓ അപ്പോൾ ഇതൊരറിയപ്പെട്ട വലിയൊരു മൃഗമാണ്. അതെന്താ അങ്ങനെ പറഞ്ഞത്? നീ കേട്ടില്ല ഇവൻ പറഞ്ഞത്? അതിന്റെ പേര് ചിമ്പാൻസി എന്നാണെന്ന്. പേരിന്റെ കൂടെ ഇനീഷ്യൽ ചേർത്തൊരു മൃഗമാണിത്. ചിമ്പാൻ എന്നാണ് ഇതിന്റെ പേര്. അതിന്റെ കൂടെ സി എന്ന് ഇനീഷ്യൽ ചേർത്ത് ചിമ്പാൻസി എന്ന് വിളിക്കുന്നു. ഈ പെണ്ണുങ്ങൾ കുട്ടിയൊക്കെല്ലാം മണ്ടത്തരങ്ങളാ പറഞ്ഞു കൊടുക്കുന്നത്. അത് നോക്ക്, അങ്ങ് മയില്. വേഗം വാ, നമുക്ക് അവിടെ ചെന്ന് നോക്കാം. നോക്ക്, എന്തൊരു ഭംഗി അതിനെ കാണാൻ, അല്ലേ? അതെ അതെ, എന്തൊരു ഭംഗിയാ. അതിന്റെ പേര് വിടർത്തുന്നത് കാണാനാ ഭംഗി. ഇത് നോക്ക്, മാന്. അത് നോക്കൊരു മാനിനെ. ഹായ്, കുഞ്ഞിക്കൻ മാനില്ലേ? കുഞ്ഞിക്കണ്ണനാ? കുഞ്ഞിക്കണ്ണനല്ല, കുഞ്ഞിക്കൻ, കുഞ്ഞിമാനേന്ന്. ഓ അങ്ങനെ. ഞാൻ വിചാരിച്ച് നമ്മളെ തേങ്ങ ഒരിക്കാൻ വരുന്ന കുഞ്ഞിക്കണ്ണനുണ്ടോളി ഇവിടാന്ന്. അത് നോക്ക്, അതെന്ത് മാനാ? അത് കലമാനല്ലേ? അല്ല, കസ്തൂരിമാനല്ലേ? അല്ല, പുള്ളിമാനാണ് തോന്നുന്നത്. അതും അല്ലെങ്കിൽ പോസ്റ്റ്മാനായിരിക്കും. എന്ത് പോസ്റ്റ്മാനാ? എന്താ പോസ്റ്റ്മാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല? എന്നാ സുലൈമാനിന്ന് അന്ത്രുമാനിന്ന് എന്തെങ്കിലും വിളിച്ച? അല്ല പിന്നെ, മര്യാദയ്ക്ക് മാനിനെ മാനിന്ന് വിളിക്കാണ്ട് ഓരോരു പേരെടുത്ത് പറയുന്നു. ഇവിടെ എത്രയാ മൃഗങ്ങളുള്ളത്. കഴുത. കഴുതാന്ന് വിളിക്കുന്ന? കഴുത ഞാനടി, നീയാ ഒരു കണ്ണട ഇട്ട് വന്ന കഴുത. ദാ സുലൈമാനെ, ഓള് ഈ കഴുതനെ കൊണ്ടല്ല പറഞ്ഞത്, ആ കാണുന്ന ശരിക്കും കഴുതനെ കൊണ്ടാ. കുഞ്ഞായിത്ത, അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ എന്നെ കഴുതാന്ന് വിളിച്ചാലേ. ഇത് നോക്ക്, ആന. എവിടെ? അതാ അവിടുന്ന് നടന്ന് കളിക്കുന്നു. വേറെന്നത് അവിടുന്ന് കളിക്കുന്നു. വേറെന്നത് അവിടുന്ന് കുളിക്കുന്നു. വേറെന്നത് അവിടുന്ന് അപ്പേ. ഞാനത് അപ്പിയിടുന്ന കാര്യം പറയുന്നതല്ല, അപ്പം തിന്നുന്ന കാര്യം പറഞ്ഞതാ. ഓ, നിങ്ങൾ ഇവിടെയാണുള്ളത്? വാ, നമുക്ക് ഇങ്ങോട്ട് നടക്കാം. മിസ് ആനയെ കണ്ടിനാ? അത് ഞാൻ നേരത്തെ കണ്ടിനി. വാ, ഇങ്ങോട്ട് ഒരുപാട് മൃഗങ്ങളുണ്ട്, നമുക്കതിനെ കാണാലോ. ഇതിന്റെ ഉള്ളിലാണോ സിംഹമുള്ളത്? അതിന്റെ ഉള്ളിൽ സിംഹമുണ്ടെന്നല്ല അനൂപ് സാർ പറഞ്ഞത്. അപ്പോൾ അതിന്റെ വെള്ളമായിരിക്കില്ലേ ഇത്? എന്തിന്റെ വെള്ളം? സിംഹത്തിന് കുടിക്കാനുള്ള വെള്ളം തന്നെ. ഞാൻ പറയില്ലടാ, ഇവള് വെറും അമ്മ ബുദ്ധിയാന്ന്. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? പോത്തെ, ഈ ഗേറ്റിന്റെ അപ്പുറമുള്ള സിംഹത്തിന് ഗേറ്റിന്റെ ഇപ്പറാരെങ്കിലും വെള്ളം കുടിക്കാനുള്ള സൗകര്യാക്കുക. ഓ അങ്ങനെയാണല്ലേ, ഞാനതത്ര ശ്രദ്ധിച്ചില്ല. ഓ, ബാക്കിയെല്ലാം ഭയങ്കര ശ്രദ്ധയല്ലേ. അല്ല, നമ്മളെ കൂടെ ഉണ്ടായിരുന്ന മിസ്സും മമ്മീനും ഒക്കെ എവിടെ? അവരതാ അവിടെയുണ്ട്, വെള്ളം കുടിക്കുന്ന. അവിടെയാ ഉള്ളത്. ഡാ സുലൈമാനെ, എന്നൊരു ഫോട്ടോ എടുത്തേ, ഈ സിംഹത്തിന്റെ കൂട്ടിന്റെ അടുത്തുനിന്ന്. ഈ ബാക്കിയുള്ള മൃഗത്തിന്റെ അടുത്തുനിന്നൊന്നും ഫോട്ടോ എടുത്തിട്ടില്ലല്ലോ. ബാക്കിയുള്ള മൃഗം പോലെയല്ലോ സിംഹോ. സിംഹ രാജാവല്ലേ, രാജാവ്. എന്നിട്ട് രാജാവിനെ അവിടെ കാണുന്നില്ലല്ലോ. അതിനെ നിങ്ങളെ ഫോട്ടോത്തില് വേണ്ടേ? അതിന്റെ കൂട് മാത്രം മതിയാ? ഇനി ഓരോന്നും ഒടിഞ്ഞു നിക്കല സൽമാനെ, എന്റെ 2 ഫോട്ടോ ഇങ്ങെടുക്ക്. മര്യാദക്ക് ചിരിക്കി. നിന്റോട് ഞാൻ അതിന്റെ ഓട്ടോയിലോട്ട് നോക്കാനല്ല പറഞ്ഞത്, മര്യാദക്ക് ഫോൺ എടുത്തിട്ട് എന്റെ ഫോട്ടോ എടുക്കാനാ. എന്റെ കുഞ്ഞാമിത്ത, ഞാൻ ഓട്ടോയിലോട്ട് നോക്കുന്നതല്ല, നിങ്ങളെ ഫോട്ടോ എടുക്കുന്നതാ. ഇതാണ് ഫോട്ടോ എടുക്കുന്ന സാധനം, ഇതിന്റെ പേരാണ് ക്യാമറ. എന്നാ എടുത്തോ. അധികം ഇങ്ങനെ ചിളിക്കാൻ നിക്കണ്ട, നിങ്ങളെ പല്ലുകൊണ്ട് എന്റെ ക്യാമറ അങ്ങ് പൊട്ടിപ്പോ. മര്യാദക്ക് നിന്നോളെ, ഞാൻ ഇപ്പോൾ ഫോട്ടോ എടുക്കും. ആ സിംഹത്തിന്റെ അടുത്തുനിന്ന് ഒരു വിധ രക്ഷപ്പെട്ടത്. അതന്നെ, നിങ്ങൾ എല്ല് പോയിട്ട് പല്ല് വരെ കാണൂലേന്. എന്തെന്ന്? അതൊന്നും ആക്കില്ല. ആക്കില്ലെന്നാ? നിനക്കെന്താടാ പെരാന്താ? അത് നമ്മുടെ അടുത്ത് ഓടി വന്നത് നീ കണ്ടില്ലേ? അതിന് നിങ്ങൾ എന്തിനാ ഓടിയത്? അത് അതിന്റെ കൂട്ടിലല്ലുള്ളത്, നമ്മൾ ഇപ്പറല്ലുള്ളത്.
അപ്പുറം നിന്നിട്ട് അതിന് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ നിങ്ങൾ എന്തിനാ ഓടിയത്? അത് ശരിയാണല്ലോ. അല്ല, ഇതെല്ലാം മറന്നിട്ട് നീ എന്തിനാ ഓടിയത്? അത് നിങ്ങളെല്ലാം ഓടുന്ന കണ്ടിട്ട്. ഫസ്റ്റ് ഓന ഓടിയത്, എന്നിട്ട് അവൻ ഇത്ര വലിയ ഡയലോഗെല്ലാം പറയുന്നത്. അത് പിന്നെ സിംഹത്തിനെ കണ്ടാൽ ഓടിപ്പോവില്ല ആരായാലും. ആഹാ, അങ്ങനെ ഓടിപ്പോയത് തന്നെയാ ഞങ്ങളോട്. നിങ്ങളെല്ലാം ഓടുന്ന കണ്ടിട്ട് ഞാനും ഓടിയത്. ഞാൻ വിചാരിച്ചിട്ട് ഇവരെല്ലാം എന്തിനാ ഇങ്ങനെ ഓടുന്നതെന്ന്. ആ, ഇനി ഇനി ഓരോന്ന് തള്ളാൻ നിൽക്കണ്ട. ഇനി നമ്മൾ ഓടുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടാവുമോ? ഉണ്ടെങ്കിൽ എന്താ, നാണക്കേട് തന്നെ, അല്ലാണ്ട് വേറെന്താ? നിങ്ങളെ ബാക്കിൽ തന്നെ ഓടിയിട്ട് ഞാനും നാണം കെട്ട്. ഹാ, അത്ര വലിയ നാണക്കേടാണെങ്കിൽ നീ ആ നാണക്കേട് മാറ്റാൻ ഒന്നും കൂടി അവിടെ തന്നെ ചെല്ല്. ആ, ചെല്ലുന്നതിനൊന്നും പോയപ്പോ എനിക്കൊരു കുഴപ്പവുമില്ല. എന്നാ നീ ചെല്ല്. വരുമ്പോൾ എന്റെ ക്യാമറയും കൂടി എടുക്കണേ. നീ ക്യാമറയും അവിടെ ചാടിയിട്ടാണ് വന്നത്? അല്ല പിന്നെ, അവിടുന്ന് എങ്ങനെയെങ്കിലും ജീവൻ രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഈ ക്യാമറയും നോക്കി നിൽക്കുന്നല്ലേ. ദാ, ആ ക്യാമറക്ക് എത്രയാ വിലാന്ന് നിനക്കറിയാമോ? എന്തായാലും എന്റെ ജീവന്റെ വില അത്രയൊന്നുമില്ല. ഈ പേടി തൂറിന്റെ അടുത്ത് ആരെങ്കിലും ക്യാമറ കൊടുക്കുമോ? അവനൊന്നും പൈസേന്റെ ഒരു വിലയും അറിയില്ല. ഞാൻ കണ്ണടയും കൊണ്ടുവന്നത് നിന്റെ ക്യാമറ കൊണ്ട് ഒരുപാട് ഫോട്ടോ എടുക്കാനാ. ഏന്റി, എന്റെ കണ്ണടക്കൊന്നും പറ്റിയിക്കില്ലല്ലോ? ഇല്ലടാ, അതിനൊന്നും പറ്റിയിക്കില്ല. അല്ലെങ്കിൽ തന്നെ ഈ കണ്ണടയൊന്നും നിലത്ത് വീണാലൊന്നും പറ്റില്ല. അതിന് കണ്ണടപ്പാ നിലത്ത് വീണത്? അത് ജസ്റ്റ് 5 മിനിറ്റ് മുന്നേ. 5 മിനിറ്റ് മുന്നേ? അപ്പോൾ സിംഹത്തിനെ കണ്ടിട്ട് ഓടുമ്പോൾ എന്റെ കണ്ണട നിലത്ത് വീണിനാ? നിങ്ങളെന്നിങ്ങനെ വിളിക്കുന്നത്? സത്യം പറ, എന്റെ കണ്ണട എവിടെ? നീ എന്ത് ചോദ്യാണ് ചോദിക്കുന്നത്? സിംഹത്തിനെ കണ്ടിട്ട് ഓടി വരുമ്പോൾ നിന്റെ കണ്ണട ആരും നോക്കി നിൽക്കുക? അതവിടെ നിലത്തെങ്ങാനും വീണിട്ടുണ്ടാകും. അത് ശരി, ഇത്രയും നേരം ഞാൻ ക്യാമറ ചാടിയതിന് എന്നെ എന്തെല്ലോ പറഞ്ഞിട്ട് നിങ്ങൾ ആ കണ്ണടയും ചാടിയിട്ടാ വന്നതില്ലേ? എന്തല്ലേ പറഞ്ഞത്? എനിക്ക് പൈസേന്റെ വില അറിയില്ല, അങ്ങനെ ഇങ്ങനെയാ. അയ്യോ അമ്മേ, നീ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? അത് നിങ്ങൾ ഓടുന്നത് കണ്ടിട്ട്. നല്ല വിറ്റുണ്ട് നിങ്ങൾ ഓടുന്നത് കാണാൻ. നീ എന്തിനാടി ഇങ്ങനെ ചിരിക്കുന്നത്? അടിപൊളി ചിരിക്കുന്ന കണ്ടിട്ട്. എന്റെ പഠിച്ചവനെ, ഈ പെരാന്തിച്ച് ചിരി തുടങ്ങി. എന്റെ അമ്മിനെ, നീ എന്തിനാടി ഓരോരോ ചെളിയും കൊണ്ട് ഇവിടത്തേക്ക് വന്നത്? ആ പെരാന്തിച്ച് ചിരി തുടങ്ങിയാൽ ഇനി 1/2 മണിക്കൂറോളം ചിരിച്ചോണ്ടിരിക്കും. നിനക്ക് സമാധാനമായ അമ്മിണി? അയ്യോ, ഇവക്ക് ഇങ്ങനെയൊരു സൂക്കടുണ്ട് നമുക്ക് ഇപ്പോഴാ തീരുന്നത്. അല്ല, നീ ഇങ്ങോട്ട് വന്നത് വെറുതെ ഞാൻ ചിളിച്ചു നിൽക്കാനേനോ? അല്ല, നിങ്ങളെ സാധനങ്ങൾ കൊണ്ടുത്തരാൻ. ഇതാ എന്റെ ക്യാമറ, എന്റെ കണ്ണട. ആരത്? അല്ല, നിന്റെ കണ്ണട. എന്റെതാ? നിന്റെതല്ല, ഈ ഇക്രുവിന്റെ. അവന്റെതാ. എന്നാ ഇതാ, നിങ്ങൾക്ക് വേണ്ടേ? ആ വേണം. എന്നാ വാ, നിങ്ങളെ മിസ് ഉണ്ടെന്ന് അന്വേഷിക്കുന്നു. എന്നാ വേഗം വാ, ആ പെരാന്തിച്ച് കാണുമ്പോ ഞാൻ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. നീ എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത്? അവൾ നല്ല മോളാ. നീയും അവളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ നേരത്തെയും അവളെ ഇങ്ങനെ കുറ്റം പറയുന്നത് കണ്ടിനല്ലോ. അപ്പോൾ അത് എനിക്കറിയില്ലേ? എന്ത്? ആ തുളസിക്ക് ഇവനെ ഭയങ്കര ഇഷ്ടാ, പക്ഷെ ഇവനെ അവളെ തീരെ ഇഷ്ടമില്ല. ചിരി നിർത്താനാകുന്നില്ല. ഇതൊന്നും എനിക്ക് പറ്റിയത്? ഇതിന് മാത്രം ചിരിക്കാനെന്ന് ഇവിടെ പറഞ്ഞത്? പിന്നെ കരയാനും പറഞ്ഞത്? എന്റെ അല്ലോ, എനിക്ക് ചിരി നിർത്താനാകുന്നില്ല. ഓള് പിന്നെയും ചിരി തുടങ്ങി. എന്റെ അല്ലോ, ഈ ചെറിയൊക്കെ ശരിക്കും പെരാന്താ? ഓളെ കാട്ടം പെരാന്ത് നിങ്ങക്ക? നിങ്ങൾ എന്തിനാ ഇത്ര നേരം ചിരിച്ചത്? അത് അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ചിരി നിർത്താൻ പറ്റിയില്ല. അതിനൊന്നും എത്ര വലിയ ചിരിക്കാനുള്ളത്? അതല്ല, ഈ ഭൂമിയിൽ നിന്നെ ഇഷ്ടപ്പെടാനും ആൾക്കാരുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ചിരി നിർത്താൻ പറ്റാത്തത്. ഫുൾ ബിറ്റ് തന്നെ. എന്റെ അല്ലോ, അവള് പിന്നെയും വന്ന്. ഇനി ഇത് കണ്ടിട്ട് അവള് പിന്നെയും ചിരി തുടങ്ങും. അയ്യോ, ഇവിടെയുള്ള എല്ലാവർക്കും പെരാന്തായിന്ന് തോന്നുന്നത്.
മിസ്സേ, നിങ്ങളിത് എവിടെയാ പോകുന്നത്? നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലോ ഒരുമിച്ച് നടക്കുന്നേ. ഇത് നമ്മുടെ നാടും പരിസരവും ഒന്നുമല്ല. ഇവിടെ കാണാതായാൽ പിന്നെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിന് ഞങ്ങൾ എവിടെയും പോയിട്ടില്ല മിസ്സേ. പിന്നെന്താ എല്ലാവരുടെ കൂട്ടത്തിലും നിങ്ങളെ കാണാത്തത്? ഞങ്ങൾ നിങ്ങളെ തൊട്ട് ബാക്കിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെ മൃഗത്തിനെ കണ്ടപ്പോൾ അങ്ങോട്ട് കാണാൻ പോയതാ. ഇനി ഇങ്ങനെ ദൂരെ ഒന്നും പോകരുത് കേട്ടോ. ആ പോകില്ല. ദാ സൽമാനെ, നിങ്ങൾ നേരത്തെ ക്യാമറയും ചാടിയിട്ട് ഇതെന്തോ ഓട്ടം ഓടിയത്? അതവർ സിംഹത്തിനെ കണ്ടിട്ട് പേടിച്ചോടിയതാ മിസ്സേ. അതെല്ലാം ഞാൻ കണ്ടിനി. ആ പിന്നെ 5 മണിന്റെ മുന്നേ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണം. അതുകൊണ്ട് സ്പീഡാക്ക്. വാ, നമുക്ക് ഇങ്ങോട്ട് പോകാം. നിങ്ങൾ നടക്ക്, ഞാൻ അവരെയും കൂട്ടിയിട്ട് വരാം. ആന്റി, നിങ്ങൾ ഇവിടെ നിൽക്കുന്ന മിസ് അങ്ങ് ചെല്ലാൻ പറഞ്ഞു. ഇപ്പോ? ആ ഇപ്പം തന്നെ. അതല്ല ഇപ്പാന്ന്. ആ ഇപ്പം തന്നെ. അതല്ല ഇപ്പാന്ന്. ഈ പെണ്ണുങ്ങൾക്ക് എന്താ പറഞ്ഞിട്ട് മനസ്സിലാകാത്തത്? ഇപ്പം തന്നെ അങ്ങ് ചെല്ലാൻ പറഞ്ഞത്. ഇവനെ ഞാൻ ദാ പൊട്ട, ഞാൻ ഇപ്പം ചെല്ലുന്ന കാര്യമല്ല പറഞ്ഞത്. അവിടെ ഇപ്പൊ ഉണ്ട് എന്നാ പറഞ്ഞത്. ഈ ഹിപ്പോപ്പൊട്ടാമസിനെ കണ്ടിട്ടാണോ ഇപ്പാന്ന് പറയുന്നത്? ഏന്റി, അതിനെ ഇപ്പാന്നല്ല പറയാന്, ഹിപ്പോന്നാ. ഏന്റിന്റെ ആരാ അതിന്റെ പേര് ഹിപ്പാന്ന് പറഞ്ഞത്? അത് ഇവിടെ നേരത്തെ കുറച്ച് ഇംഗ്ലീഷുകാർ വന്നിനേനു. എന്നിട്ട് അവർ അതിനെ കണ്ടിട്ട് ഹിപ്പാന്ന് പറഞ്ഞിട്ടാ പോയത്. അത് കേട്ടിട്ടാ കുഞ്ഞാമിത്ത് അതിനെ കണ്ടിട്ട് ഹിപ്പാന്ന് പറയുന്നത്. എന്റെ ഏന്റി, ആരെങ്കിലും പറയുന്ന കേട്ടിട്ട് നിങ്ങൾ പറയല്ല. അതിനെ ഹിപ്പോപ്പൊട്ടാമസ് എന്നാ പറയാന്. ഷോർട്ടാക്കിയിട്ട് ഹിപ്പോ എന്ന് പറയൂ. നാണം കെട്ട്. ഭാഗ്യം വേറെ ആരും കേട്ടിട്ടില്ലല്ലോ. അല്ലെങ്കിൽ ഇവർ പറയുന്ന എന്തെങ്കിലും ഒന്ന് മര്യാദക്കണ്ട. എന്ത് പറഞ്ഞാൽ അത് മണ്ടത്തിലിരിക്കും. ഡാ പുറുക്കെ, നീ കുറെ നേരമായാലും ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നതൊന്നും വെറുതെ ഉള്ള കാര്യങ്ങളല്ലല്ലോ, നിങ്ങളെ കൊണ്ടുള്ള സത്യങ്ങൾ തന്നെയല്ലേ. ഒരു വലിയ സൽമാൻ വന്നിക്ക്. ഹലോ, അതും പറഞ്ഞ് നിങ്ങളടുത്തേക്ക് പോന്നേ? അങ്ങോട്ടല്ല വഴി, ഇങ്ങോട്ടാ. പെട്ടല്ലോ, ഇനി ബേക്കോട്ടേക്ക് തിരിഞ്ഞു നടക്കുന്നത് നാണക്കട. അങ്ങനെ ഞാൻ തളരില്ല. എനക്ക് ഇഷ്ടമുള്ളടത്ത് ഞാൻ പോകും. നീ എന്തിനാ നോക്കുന്നത്? ആ എന്നാൽ അങ്ങോട്ടേക്ക് തന്നെ ചെല്ല്. അവിടെ വലിയ പോത്തുണ്ടെന്ന് പറയുന്നിട്ടിനി. എന്റെ അല്ലോ, എല്ലാം കൊണ്ട് ഞാൻ പെട്ടാ. എന്നാലും അവന്റെ മുന്നിൽ ഞാൻ താഴ്ന്നു കൊടുക്കില്ല. ഇതിലൂടെ പോയിട്ട് അവന് കാണാതെ അതിലൂടെ ഇങ്ങ് വരാം. എന്നാൽ പോത്തിന്റെ ചവിട്ട് കിട്ടൂലായിരിക്കും. പോത്തല്ല, അങ്ങനെ വലിയ കാട്ടുപോത്ത് വന്നാലും ഈ കുഞ്ഞാമിക്ക് ഒരു പ്രശ്നവുമില്ല. ആ എന്നാൽ അങ്ങ് പോട്. ഞാൻ പോന്നെന്യാ. അവിടെ ശരിക്കും പോത്തുണ്ടോ? ഇല്ലടാ, ഈ പോത്തൊന്നും ഈ സൂയിലൊന്നില്ലേ. പിന്നെ നീ എന്തിനങ്ങനെ പറഞ്ഞത്? വെറുതെ നിന്റെ ഏന്റീനൊന്ന് പേടിപ്പിക്കാൻ. ഇതിലൂട്ട് എങ്ങനെ അപ്പുറം കടക്കാനേ? അപ്പോൾ ഏന്റിയോ? നിന്റെ ഏന്റിയല്ലേ? നിന്റെ ഏന്റി അങ്ങ് പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവര് നമ്മളെ മുന്നിൽ നിന്ന് വലിയ ഷോ കാണിച്ചിട്ട് അങ്ങ് പോയതാ. ഇതിലൂടെ പോയിട്ട് അതിലൂട്ടുണ്ടാവും എത്തിക്ക്. എന്തോ ദയവ് ചെയ്തിട്ട് ഇനി ചിരിക്കല്ല എന്റെ തുളസി. നിന്റെ തുളസിയാ? അപ്പൊ എന്നോട് ഇഷ്ടമല്ലേ? എന്തോ ഞാൻ എന്ത് മണ്ടത്തരാ പറഞ്ഞു പോയത്. അതെന്തെന്ന് ഇപ്പൊ അങ്ങോട്ടേക്ക് പോയത്? എന്തോ പോകുന്നത് കണ്ടിക്ക്. മൃഗശാലയല്ലേ? ചിലപ്പോൾ ഏതെങ്കിലും മൃഗം ചാടിപ്പോയതായിരിക്കും. ഇവരെന്തിനാ ഈ ഹിപ്പോപ്പൊട്ടാമസിന്റെ മുന്നിൽ തുള്ളിയത്? അതെങ്ങനെ കുഞ്ഞാമിത്ത് അവിടെ എത്തിയത്? ചിലപ്പോൾ നേരത്തെ ഇതിലോട്ട് ഓടിപ്പോയത് ഏന്റി ആയിരിക്കും. നമ്മൾ വിചാരിച്ചത് ഏതോ മൃഗം ഓടിപ്പോയതാണെന്നല്ലേ. വേഗം നടക്ക്, ഏന്റി എവിടെയാ ഉള്ളതെന്ന് നോക്കാം. ഏന്റി, നിങ്ങളാ? ഏന്റി എന്താ കളിക്കുന്നേ? ഡാ, ഞാനില്ലേ ആ ഇപ്പാന്റെ മുന്നിൽപ്പെട്ട്. ഇപ്പ അല്ല, ഹിപ്പോപ്പൊട്ടാമസ്. അതന്നെ, അതിന്റെ മുന്നിൽപ്പെട്ട്. അയ്യോ, ഒരു വിധ ഞാൻ അതിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടത്. അല്ല, അതിന്റെ അടുത്തേക്ക് എന്തിനാ നിങ്ങൾ ഓടിപ്പോയത്? അതാ, അത് ഞാൻ കുരങ്ങനെ കണ്ടിട്ട് പേടിച്ചോടിയതാ. ഓ അങ്ങനെ. നിങ്ങളോട് ഞാൻ മര്യാദക്ക് പറഞ്ഞിട്ടില്ലേ അങ്ങോട്ട് പോകണ്ടെന്ന്? എന്നിട്ട് എന്ത് സംഭവിച്ചു? ആ കുരങ്ങന്റെ മാന്ത് കിട്ടിയില്ലേ? ഓ, അതെന്നെ മാന്തിക്കൊന്നുമില്ല, തലക്കെട്ട് ചവിട്ടിക്കാളൂ.
കിട്ടണം, നിങ്ങൾക്ക് കിട്ടിയാ പോരാ. ഞാനീ പറഞ്ഞത് കേൾക്കാണ്ട് പോയതല്ലേ, കിട്ടണം. മോനെ പറയുന്നതൊന്ന് കേൾക്ക്. എന്താ, എന്തിനാ കുട്ടി കരയുന്നത്? അതോ, അത് ഈ പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ സമയം മയിലോടി കളിക്കുന്നത് അത് കണ്ടിട്ട് ഇവൻ വിചാരിച്ച് ഏതോ ഒരു മൃഗമാണെന്ന്. എന്നെക്കൊണ്ടോ? എന്നിട്ട് ഇവരെ കണ്ടിട്ട് പേടിച്ചു പോയതാണോ കുഞ്ഞൻ? കുഞ്ഞൻ പേടിച്ചു പോയിക്കണ്ടാവും, അതുപോലത്തെ കോലയല്ലേ. ഹേയ്, അതൊന്നുമല്ല. അവൻ പേടിച്ചിട്ടൊന്നുമല്ല കരഞ്ഞത്. അവൻ ഇവിടെ വന്നിട്ട് ഒരുപാട് മൃഗങ്ങളെ കണ്ടിട്ട്, പക്ഷെ അവൻ അതൊന്നും ഇഷ്ടമായില്ല. പക്ഷേ ഈ പെണ്ണുങ്ങൾ ഓടുന്നത് കണ്ടിട്ട് അവൻ വിചാരിച്ചു ഏതോ ഒരു തരം മൃഗമാണെന്ന്. അവനത് കണ്ടിട്ട് വളരെ സന്തോഷമായി. ശരിക്കും പറഞ്ഞാൽ ആ കുഞ്ഞൻ മാത്രമല്ല, ഞങ്ങളും വിചാരിച്ചത് മൃഗം തന്നെയാണ്. ഓ അങ്ങനെ, അവർക്ക് സങ്കടമാകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയട്ടെ. ശരിക്കും പറഞ്ഞാൽ ഞാനും വിചാരിച്ചത് ഏതോ ഒരു മൃഗമാണെന്നാ. ഈ കുട്ടി, മോനെ അത് മൃഗമല്ല, ഒരു ആന്റിയാണ്. ഈ കുട്ടിയോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ശരി, ഞാൻ പോകുന്നു. നിങ്ങളെ കൊണ്ട് എല്ലാരും വിചാരിച്ചു നിങ്ങൾ ഏതോ ഒരു വലിയ പോത്താണ. ആ കുഞ്ഞൻ വരെ കരഞ്ഞു വയ്ക്കില്ലേ? ആ അതന്നെ ഫുള്ളും വിറ്റ്. എന്റെ കൈന്റെ പരിപ്പളകി. ഈ പെരാന്തിച്ചിന് ഞാൻ എന്നാ വേണ്ടത്? കിട്ടണം. നീ എന്നെ കുറ്റം പറഞ്ഞിട്ടല്ലേ, അതിനുള്ള ശിക്ഷ അത്. ഞാനെന്ന് നിങ്ങളെ കുറ്റം പറഞ്ഞത് അല്ല, നീ എന്നെ കളിയാക്കിക്കില്ലേ, അതിന്റെ ശിക്ഷ. അയ്യോ, പിന്നെ ഫുൾ വിറ്റന്നെ. എന്നാടി ഇതിന് മാത്രം ചിരിക്കാനുള്ളത്? നിന്റെ ചിരി നിർത്താനായിട്ടില്ലേ? സൽമാനെ ഫുൾ വിറ്റിഞ്ഞ് ഞാനിപ്പോ അങ്ങ് പോയറില്ല. നേരത്തെ കരഞ്ഞ കുട്ടിയില്ല, പിന്നെയും കരയുന്നുണ്ട്. അതിന്റെ കരച്ചാൽ ഇപ്പോ നിർത്തിക്കില്ല. അമ്പേന്റെ അടുത്ത് പോകണോന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെയും കരയുന്നു. ആ കുഞ്ഞൻ വിചാരിച്ചതേതോ വലിയ മൃഗാണ്. നിന്നോട് ഞാൻ ഇവരെയും കൂട്ടിട്ട് വരാൻ പറഞ്ഞതല്ലേ? നിങ്ങളല്ലെന്നാ ഇവിടുന്ന് കളിക്കുന്നത്? അത് മിസ്സേ, നിങ്ങളെ ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് നോക്കി നടന്നു. നിങ്ങൾ മാത്രം എന്തിങ്ങനെ വേറിട്ട് നടക്കുന്നത്? നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരുമിച്ച് നടക്കണമെന്ന്? അത് ടീച്ചറെ ഇപ്പൊ വന്നതുകൊണ്ടാണ് ഞങ്ങൾ ലേറ്റ് ആയത്. ഇപ്പം വന്നതുകൊണ്ടോ? നിങ്ങൾ ഇത്ര നേരം എവിടെയായിരുന്നു? അതല്ല, ഇപ്പ നിന്റെ ഏന്റി ഹിപ്പോപ്പൊട്ടാമസിനതാ പിന്നെയും ഇപ്പ എന്ന് പറയുന്നത്. ഇപ്പയില്ലേ ഏന്റി, നിങ്ങളൊന്ന് ബായും പൊട്ടി നിൽക്കുക. ശരി, എന്തെങ്കിലും ആകട്ടെ, നിങ്ങൾ വാ, നമുക്ക് പോകാം. എവിടത്തേക്ക്? അത് ശരി, നിങ്ങൾക്ക് ഈ സൂ മാത്രം കണ്ടാ മതിയോ? ഇനിയും നമുക്ക് സ്ഥലങ്ങൾ കാണാനില്ലേ? വാ, നമുക്ക് പോകാം. ഹായ്, നമ്മൾ ഇനി വേറെ സ്ഥലത്തേക്ക് പോകുന്ന. വിശന്നിട്ട് വയ്യ. മാഷേ, നമ്മൾ പോവാനായില്ലേ? എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? അതന്നെ, ഭയങ്കര വിശപ്പുണ്ട്. അതുണ്ടാകും. നമ്മൾ 11 മണിക്കൊരു ചായ കുടിച്ചതല്ലേ ഉള്ളൂ, പിന്നൊന്നും കഴിച്ചില്ലല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും വിശക്കുന്നുണ്ടാകും. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ്. മക്കൾ വിഷമിക്കണ്ട, നമുക്കൊരു അടിപൊളി ഹോട്ടലിൽ കയറിയിട്ട് വയറ് നിറയെ ഫുഡ് കഴിക്കാം. എന്നാ വാ മാഷേ, എന്തിനാ ഇങ്ങനെ സമയം കളയുന്നത്? അപ്പുക്കുട്ട, നമ്മുടെ കൂടെ വന്നവർ ഇനിയുമുണ്ട് ഇതിന്റെ ഉള്ളിൽ. അവരെ അന്വേഷിച്ചിട്ടുണ്ട് രമ്യ ടീച്ചർ പോയിനി. പറയും പോലെ നമ്മുടെ കൂടെ ഇനിയും ആൾക്കാരുണ്ടല്ലോ. വിശന്നിട്ടാകും. ആരൊക്കെ ഉണ്ടെന്നോ ഇല്ലാത്തതെന്നോ ഒന്നും ഞാൻ അറിഞ്ഞില്ല. ഞാനും അത് ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ മാഷ് പറയുമ്പോഴാണ് അവരുള്ളതെന്ന് ഓർമ്മയായത്. മാഷേ, അവരെത്തി. നിങ്ങൾ ഇത് എവിടെയാ പോയത്? ഞങ്ങൾ മൃഗങ്ങളെ കാണാൻ. ആഹാ, അപ്പോൾ ഞങ്ങൾ വന്നത് എരുമേനെ കാണാനോ? മാഷേ, എരുമ എന്താ മൃഗം തന്നെയല്ലേ? അത് എന്തെങ്കിലും ആകട്ടെ, എല്ലാവരും ഒന്ന് വണ്ടിയിൽ കയറി. മക്കളെ, നിങ്ങൾക്ക് മൃഗങ്ങളെല്ലാം ഇഷ്ടമായോ? മിസ്സേ, ഇനി നമ്മൾ എവിടെയാ പോകുന്നത്? ഇനി നമ്മൾ ഹോട്ടലില്. ഇനി ഭക്ഷണം കഴിച്ചിട്ട് എവിടെയും പോകുന്നുള്ളൂ. ഓ അമ്മിണിക്കുട്ടി, നിനക്ക് നല്ലോണം വിശന്നു പോയിക്കല്ലോ. അവൾക്ക് മാത്രമല്ല, എനിക്ക് വിശക്കുന്നുണ്ട് മിസ്സേ. എനിക്കുമുണ്ട്. എനിക്കുമുണ്ട്. എനിക്കും എനിക്കും എനിക്കുമുണ്ട്. എന്നാ പിന്നെ എനക്കുമുണ്ട്. ശരി ശരി, നമുക്കെല്ലാം ഭക്ഷണം കഴിക്കാൻ പോകാം. എന്നാൽ വേഗം വാ മിസ്സേ.
നടക്ക്. മക്കൾക്കെല്ലാം വയറ് നിറയെ ഭക്ഷണം വാങ്ങിത്തരാലോ. എന്നാൽ എല്ലാവരും ലൈനായിട്ട് എന്റെ പുറകെ വാ. ഭക്ഷണം കഴിച്ചിട്ട് മതി ബാക്കി എവിടെ പോക്കും. മിസ്സേ, ഇവിടെ അടുത്ത് ഫുഡുണ്ടോ? ഇല്ലടാ, കുറച്ച് പോകാനുണ്ട്. എന്തായാലും നമ്മൾ നടന്നിട്ടല്ല പോകുന്നത്, ബസ്സിൽ തന്നെയാ. ഓ സൽമാനെ, എന്റെ കയ്യിൽ 100 രൂപയുണ്ട്. അതെവിടുന്നാ? അതോ, അതെനിക്ക് എന്റെ അങ്കിൾ തന്നതാണ്. എന്നിട്ട് അതെവിടെ പോയി? അതെന്റെ പോക്കറ്റിൽ തന്നെ ഉണ്ടടാ. എന്നാൽ അതിനെ കൊണ്ട് നമുക്ക് മുട്ടായി വാങ്ങിയാലോ? വാങ്ങാം. പക്ഷെ എവിടുന്നാ വാങ്ങാ? അത് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോകില്ലേ, അപ്പോൾ അവിടെ നിന്നും വാങ്ങാം. അത് നല്ലൊരു കാര്യമാണ്. പക്ഷെ മിസ് കാണരുത്. മിസ് കണ്ടാൽ എല്ലാം പോയി. അതന്നെ, മിസ് കണ്ടാൽ നല്ലോണം വഴക്ക് കിട്ടും. ഇക്രു, സൽമാനെ, തുളസി, നിങ്ങൾ വരുന്നില്ലേ? അതാ മിസ് വിളിക്കുന്നുണ്ട്. എല്ലാവരും കയറിയില്ലേ? ഇല്ല സർ, ഇക്രുവും സൽമാനൊക്കെ പുറത്താണുള്ളത്. ഈ പിള്ളേരോട് എത്ര പറഞ്ഞാലും മനസ്സിലാക്കുന്നില്ലല്ലോ. അവർക്കെന്താ പുറത്തിങ്ങനെ പണി? ഓ, വന്നോ ഇല്ലെന്നോ? നിങ്ങളോട് പറഞ്ഞതല്ലേ എല്ലാവരും പോകുമ്പോൾ ഒരുമിച്ച് പോകണമെന്നും എല്ലാവരും വരുമ്പോൾ ഒരുമിച്ച് വരണമെന്നും. പിന്നെന്താ നിങ്ങൾ ലേറ്റ് ആയത്? അതന്നെ, നിങ്ങൾക്കെന്തെങ്ങനെ പുറത്ത് പണി? കുഞ്ഞാമിത്താ, അതിന്റെ അടക്ക് കാരി കുത്തല്ലേ. ഇനി മേലാൽ ഇത് കാണരുത്. പോയി ഇരിക്കുക എല്ലാരും. ഇത്ര പെട്ടെന്ന് പോയോ? മക്കളെ, എല്ലാവർക്കും വിശക്കുന്നില്ലേ? നമ്മൾ ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തെത്തും ട്ടാ. രാഘവ, എന്നാ വണ്ടി അങ്ങെടുത്തോ. നിങ്ങൾ പോയിട്ട് സീറ്റിലിരുന്നോ. അല്ല കുഞ്ഞാമിത്ത, നിങ്ങൾ ഇരിക്കുന്നില്ലേ? ഞാനിരിക്കുന്നില്ല. അതെന്താ? അത് ശരി, ഞാനിരുന്നാൽ അപ്പോൾ ആരാ ഡാൻസ് കളിക്കാ? എനിക്ക് ലുങ്കി ഡാൻസിന്റെ ഡാൻസ് കളിക്കേണ്ടതല്ലേ? രാഘവ, ഇഞ്ഞാ ലുങ്കി ഡാൻസിന്റെ പാട്ടം കിട്ടെ. ഈ പെണ്ണുങ്ങളെന്താ ഇങ്ങനെ? ഇക്രുവാ, നീ ഇതെപ്പം വന്നു? ഞാൻ ഇപ്പം വന്നതാ. എന്തിന്? ഒരു സാധനം എടുക്കാൻ മറന്നു വയ്ക്കാനു, അതുകൊണ്ട്. സാധന? അതെന്ത് സാധനാടെ ഇക്രു? നിങ്ങളെ തന്നെ. മര്യാദയ്ക്ക് എന്റെ കൂടെ വന്നിട്ട് അവിടെ സീറ്റിലിരുന്നോ. ഇവിടെ നിന്നിട്ട് വേണമെങ്കിൽ ഓരോ മണ്ടത്തരങ്ങൾ പറഞ്ഞിട്ട് എന്നെ നാണം കെടുത്താൻ. നടക്ക്. എന്നിട്ട് ആ ബാക്ക് സീറ്റിൽ പോയിട്ട് ഇരിക്കേ. നിങ്ങളോട് ഇങ്ങനെ വായുമ്പോൾ നിൽക്കാനല്ല പറഞ്ഞത്, അങ്ങ് ബാക്ക് സീറ്റിൽ പോയിട്ട് ഇരിക്കാനാ. ലുങ്കി ഡാൻസ് കളിക്കണം പോലും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട.